ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് അല്പ ആയുസ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് മുമ്പേ പോയവർ അതിന് ഉദാഹരണങ്ങളാണ്. ഏറിയാൽ 70, ഏറെയാൽ 80 അതിന്റെ പ്രതാപം കഷ്ടവും പ്രയാസം അത്രേ എന്ന് സങ്കീർത്തനം 90 അതിന്റെ 10 പറയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അല്പായുസുള്ള നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയോ ജീവിച്ചു എങ്ങനെ മരിക്കാണ്ടവരല്ല. അല്പ ആയുസ് ഉള്ളത് കൊണ്ട് ഒരു ദൈവ ഭയമുള്ള വ്യക്തിയായി ജീവിക്കുക, ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് നമ്മൾ ജീവിക്കുക. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം ചലിക്കപ്പെടും. നമ്മുടെ തകർച്ചയിൽ നിന്നും, നമ്മുടെ വേദനയിൽ നിന്നും, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഒന്നുകൂടെ നിങ്ങൾ ഓർപ്പിക്കുന്നു, ഒരു സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ് ഉള്ളൂ. അവൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ കഷ്ടസമ്പൂർണനാണ്. ഏത് കഷ്ടത്തിൽ നിന്നും വിടുവിപ്പാൻ ഏക മാർഗം അത് യേശു കർത്താവ് മാത്രമാണ്. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, നേർച്ചകളോ കാഴ്ചകളോ മലകളോ ഒന്നും നമ്മളെ വിടുവിക്കത്തില്ല. നമ്മളെ വിടുവിക്കുവാൻ ശക്തൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകരപ്പെട്ട ഒരുവനേ ഉള്ളൂ, അവനത്രേ യേശു കർത്താവ്. അല്പായുസുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു ദൈവ ഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന യേശുവിന്റെ പൈതലായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. ഗാഡ് ബ്ലെസ് യു. ആമേൻ.